വാക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഞാനിപ്പം ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു അടുത്ത രണ്ടുപേരെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, അദ്ദേഹം ഗർഭിണിയാണ്. അദ്ദേഹം 5 മാസം ഗർഭിണിയാണ്. അപ്പം നമുക്ക് 5 മാസം ഗർഭിണിയായ ആ വ്യക്തിയുടെ ഇനി അങ്ങോട്ട് ഇനി 9 മാസം വരെ ഡെലിവറി വരെ എന്തൊക്കെയായിരിക്കാം പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്ത്, അത് നമ്മൾ ഷെയർ ചെയ്യുന്നു. ആ കുട്ടിയായിട്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗർഭാവസ്ഥയിലുള്ള മിക്കവർക്കും ഇതൊന്ന് കോറിലേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇത് നോർമലാണ്. അപ്പോൾ നമുക്കൊരു ഡിസ്കഷൻ പോലെ ഇത് എല്ലാ ആഴ്ചയിലും നമുക്ക് ഈ വ്യക്തിയുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഒരു കഥ പോലെ, ഒരു സീരിയൽ പോലെ നമുക്കിത് മുന്നോട്ട് പോവാം ഡെലിവറി വരെ. എന്നിട്ട് സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ആഴ്ചയിലുള്ള സംശയങ്ങളും കൂടെ ക്രോഡീകരിച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത വീക്കിലെ വീഡിയോ ആ വ്യക്തിയായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ സംശയങ്ങളും കൂടെ നമ്മൾ അതിന് ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് പൂജ SS എന്നാണ്. അദ്ദേഹം ടീച്ചറാണ്, പീനിയൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പെരുമ്പുഴ, കൊല്ലത്തുള്ള പെരുമ്പുഴ എന്ന് പറഞ്ഞൊരു സ്വദേശിനിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജ. ഇദ്ദേഹം ഇവിടെ കാഞ്ഞിരോട് താലൂക്ക് ആശുപത്രിയിൽ എന്നെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ട്രാൻസ്ഫർ ആയ ശേഷം ഇനി എവിടെ കാണിക്കുന്നു അദ്ദേഹം കൺഫ്യൂഷനിലാണ്. അദ്ദേഹം എന്നെ തന്നെ കാണിക്കുന്നതാണ് പറയുന്നത്. ചാലക്കുടി വന്ന് ഡെലിവറി എടുക്കുന്നതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു 5 മാസം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. 5 മാസത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അയാൾ ഫേസ് ചെയ്തതെന്ന് പറയാം. ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു പോയിട്ട് നമുക്ക് ഇതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എന്നിട്ട് ഓരോ ആഴ്ചയിലെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇപ്പം എനിക്ക് എത്ര വീക്കായി, ഇപ്പം കറക്റ്റ് എത്ര വീക്കായി? 19 വീക്സ്. ഇപ്പം 19 ആഴ്ചയല്ലേ. അപ്പോൾ 19 ആഴ്ച വരെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ചോദിക്കാം. എന്തൊക്കെയായിരുന്നല്ലേ തുടക്കം മുതലൊന്ന് പറ. അപ്പോൾ തുടക്കത്തിൽ ആദ്യമായിട്ട് എനിക്ക് തുടങ്ങിയ പ്രശ്നം എന്ന് വെച്ചാൽ നൗസിയായിരുന്നു. ഭയങ്കരമായിട്ട് ഓർക്കാനം, എന്ത് കഴിക്കുമ്പോഴും ഓർക്കാനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ ഛർദ്ദിക്കത്തില്ല. ഓർക്കാനം എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും, പക്ഷെ ഛർദ്ദിക്കത്തില്ല. അപ്പോൾ ഈ ഓർക്കാനം വരുന്നത് കാരണം പിന്നെ ഒന്നും കഴിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഈ ഛർദ്ദിൽ എപ്പോഴും ഇങ്ങനെ വരുന്ന മാതിരി ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അതാണ് ആദ്യമായിട്ട് തോന്നിയ പ്രശ്നം. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഓക്കാനം, നോസിയ, ഛർദ്ദിൽ, ഇതൊക്കെ വളരെ നോർമൽ കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. β-HCG എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടുന്നത് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡോക്ടറിന് ഒരാൾ ഭയങ്കര ഛർദ്ദിൽ നിന്ന് കേൾക്കുമ്പോൾ ആക്ച്വലി സന്തോഷം തോന്നുകയാണ് ചെയ്യുന്നത്. അത് തോന്നാനുള്ള കാരണം ഈ β-HCG എന്ന് പറഞ്ഞ ഹോർമോണാണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഛർദ്ദിക്കുന്ന ഒരാൾക്ക് ആ β-HCG നല്ല സ്ട്രോങ് ആയിട്ട് കാണും എന്നാണ് പ്രതീക്ഷ. അപ്പോഴത്തേക്ക് ആക്ച്വലി സന്തോഷമാണ്. മരുന്നുകൾ കഴിക്കാം. നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് കാണിക്കുമ്പോൾ അതിൻ്റെ മരുന്നുകൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് വേറൊരു കാര്യം, ഇതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രഗ്നൻറ്റ് ലേഡി ആദ്യം ഗർഭിണിയായിട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ ഇയാൾക്കും പറഞ്ഞു കാണും, നിനക്ക് എന്താണോ ഇഷ്ടം അത് കഴിക്കുക, അല്ലാതെ ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് പറയാറില്ല. പറയാതെ തന്നെ ഈ ഒരാൾക്ക് ഛർദ്ദിൽ എന്ത് മണമടിച്ചാലും ഛർദ്ദിൽ തോന്നുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന്? അപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടം അത് തന്നെ കഴിക്കാൻ പറയും. പിന്നെന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ? പിന്നെ എനിക്ക് ബ്ലോട്ടിങ് ആയിരുന്നു. ഏത് നേരവും ഇല്ല ബലൂൺ പോലെ ഗ്യാസ് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കും. അന്നേരം ആ സമയത്ത് നമുക്ക് പിന്നെ ഒന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല. ഏത് നേരവും അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അതായിരുന്നു രണ്ടാമത് തോന്നിയ കാര്യം. പിന്നെ അതൊക്കെ ഈ പ്രൊജസ്ട്രോൺ നമ്മുടെ ശരീരത്തിൽ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ്. അത് എല്ലാത്തിനെയും സ്ലോ ആക്കും. ഈവൻ നമ്മൾ കഴിക്കുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ ബ്ലോട്ടിങ് വരും, നോസിയ വരാം, കോൺസ്റ്റിപ്പേഷൻ, അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലം മുറുകി പോവാം. ഇതൊക്കെ തുടക്കം നമുക്ക് ശരിക്കും ഉണ്ടാവും. ആ പ്രൊജസ്ട്രോൺ ശരിക്കും ഹൈക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടാകുന്നത്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ്, എല്ലാ ലക്ഷണങ്ങൾക്ക് ചെറിയ ചെറിയ ആശ്വാസ വാക്കുകളും ചെറിയ മരുന്നുകളും വെച്ച് ഇതൊക്കെ അങ്ങ് മുന്നോട്ട് പോകും. പിന്നെ ബെൽച്ചിങ് എപ്പോഴും ഇങ്ങനെ പുളിച്ച് തികട്ടി വരുന്ന പോലെ, എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന. അത് ഈ ഞാൻ പറഞ്ഞില്ലേ പ്രൊജസ്ട്രോണിന്റെ അല്ല, ആ ഹോർമോൺ വെക്കുമ്പോൾ എല്ലാം സ്ലോ ആക്കും. അപ്പൊ ദഹനം കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ട് ഇതെല്ലാം പുറത്തോട്ട് വരുന്ന നമുക്ക് തോന്നും. ഈ നെഞ്ചരിച്ചില് ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. പിന്നെ ലെഗ് പെയിൻ വരാറുണ്ട്. ഏതെങ്കിലും ഒരു കാലില് ഭയങ്കരമായിട്ട് വേദന തോന്നാറുണ്ട് ചില സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഹെഡേക്ക്, ഇടയ്ക്കിടയ്ക്ക് ഹെഡേക്ക് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാരണത്തായിരിക്കാം. മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്കും അങ്ങനെ മൈഗ്രെയിൻ ഇല്ല, എന്നാലും ഹെഡേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഹെഡേക്ക്.
എന്തായാലും നമുക്കതിനെ കണ്ണടയ്ക്കാം. അതിന് വലിയ വലിയ ചെറിയ സിംറ്റംസ് അല്ലേ, അതൊക്കെ നമുക്ക് കണ്ണടയ്ക്കാം. ഈ കാലുവേദനയൊക്കെ നമുക്ക് കണ്ണടയ്ക്കാം. മറ്റേ സ്കാനിങ് ഒക്കെ എപ്പോഴായിരുന്നു ചെയ്തത്? സ്കാനിങ് ആദ്യം 3 monthsലാണ് ചെയ്തത്. ആദ്യത്തെ മാസങ്ങളിൽ ചെയ്തില്ലേ? 7 weeks 8 ചെയ്തായിരുന്നു. അത് weeks ഹോസ്പിറ്റലിൽ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് ആദ്യം ഒരു അബോർഷൻ, ഇതിന് തൊട്ട് മുന്നേ ഒരു അബോർഷൻ ഉണ്ടായിരുന്നു, ഹാർട്ട് ബീറ്റ് കണ്ടില്ലായിരുന്നു. അപ്പം രണ്ടാമത്തേലും നമ്മൾ ഞാൻ ഇതും പറഞ്ഞോളൂ, സ്കാനിങ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമ്മളൊരു 2 ആഴ്ച 8 ആഴ്ച അല്ലെങ്കിൽ 2 മാസം ആകുമ്പോൾ സ്കാനിങ് ചെയ്യണം എന്നതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 3-ാം മാസം വൈകല്യങ്ങളുടെ സ്കാൻ, പ്രധാനമായിട്ടും 2 വൈകല്യങ്ങളുടെ സ്കാനാണുള്ളത്. എപ്പോഴാണ് ഇയാൾക്ക് അറിയാം? 3 months and 5 months. അതെ, 3-ാം മാസം 5-ാം മാസമാണ് വൈകല്യങ്ങളുടെ സ്കാൻ ചെയ്യുന്നത്. 3-ാം മാസത്തെ വൈകല്യങ്ങളുടെ സ്കാനിൻ്റെ കൂടെ തന്നെ ഡബിൾ മാർക്ക് എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്യും. പിന്നെ 5-ാം മാസം അനോമലി സ്കാനും ചെയ്യും. അപ്പോൾ അനോമലി സ്കാൻ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? നമ്മൾ അനോമലി സ്കാൻ കഴിഞ്ഞു, ഇതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞു. മരുന്നുകളുടെ കാര്യം കൂടെ പറയാം. മരുന്നുകൾ എന്തൊക്കെയാണ് കഴിച്ചത്? ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത് ഫോളിക് ആസിഡിന്റെ എന്തിനാ ഫോളിക് ആസിഡ് കഴിക്കുന്നത്? കുട്ടിയുടെ ഗ്രോത്തിനെക്കാട്ടി കൂടുതലും നട്ടെല്ല് സംബന്ധമായ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നട്ടെല്ല് സംബന്ധമായ ചില വൈകല്യങ്ങൾ തടയാൻ ഈ ഫോളിക് ആസിഡ് എന്നുള്ള ടാബ്ലറ്റ് സഹായിക്കും. പിന്നെ ഇപ്പോൾ അയൺ ആൻഡ് കാൽസ്യം ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അയണും കാൽഷ്യവും ഇപ്പം കണ്ടു. അതാണ് നമ്മൾ 9 month വരെ, വേറെ ഒന്നും വേണ്ട. ഈ ഫോളിക് ആസിഡും അയണും കാൽഷ്യവും തന്നെയാണ് വേണ്ടത്. പിന്നീട് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടാബ്ലറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം എല്ലാം പ്രശ്നങ്ങളൊക്കെ കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇതുവരെ ദൈവം സഹിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ഒരു അബോർഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിന് തൊട്ട് മുന്നേത്തെ ബ്ലീഡിങ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതിനകത്ത് ഈ അബോർഷനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ അബോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തുടുപ്പ് നിന്ന് പോയതായിരുന്നു. മീൻസ് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു, സാക്ക് ഉണ്ടായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ തുടുപ്പില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മരുന്ന് വെച്ച് അതിനെ അബോർഷനാക്കി കളയുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണങ്ങളെല്ലാം ഞാൻ ഇതിന് മുന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ എത്തി, 19 weeks വരെ എത്തി. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 10 ദിവസത്തിനെങ്കിലും ഒരു വീഡിയോ, ഒരു മാസത്തെ ഒരു 3 വീഡിയോ എങ്കിലും മതി. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തത് എന്തെന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. ഇനി അടുത്ത കുറച്ച് ദിവസത്തെ കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ മാസത്തെ ഒരു വീഡിയോ ആണെങ്കിലും മതി അല്ലേ? ആഴ്ചയിൽ എടുക്കാനില്ല, നമുക്ക് മാസത്തെ ഒരു വീഡിയോ ഇടാം. മാസത്തെ ഒരു വീഡിയോ അപ്പോൾ 6th month നമുക്ക് ഇടാം. എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായി? അനക്കം കിട്ടി തുടങ്ങിയോ? അനക്കം ഇന്നലെ ആദ്യമായിട്ടൊരു ചെറിയ തുടിപ്പ് പോലെ എനിക്ക് തോന്നിയത് ഇന്നലെയാണ്. നമുക്ക് യൂഷ്വലി ഒരു രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിലും നമുക്കൊരു 18 weeks 19 weeksലൊക്കെ, കാരണം നേരത്തെ തന്നെ തുടുപ്പ് അറിയാൻ പറ്റും, എന്താണ് തുടുപ്പെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് 19 weeks. ചിലവർക്ക് 22 23 weeks വരെ അനക്കം കിട്ടാതിരിക്കും. അതും കാര്യമാക്കണം, അതും നോർമൽ തന്നെയാണ്. 24 weeks ആയിട്ടും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ബ്രസ്റ്റ് നല്ലപോലെ ഇച്ചിങ്, നല്ല ചൊറിച്ചിലാണ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് നമ്മള് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ വരാറുണ്ട്. പെയിൻ ആയിട്ടുണ്ടോ? ബ്രസ്റ്റ് പെയിൻ അത് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ പെയിൻ ആയിട്ടില്ല, ഇപ്പൊ ഇച്ചിങ് ആണ്. ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അതെന്തായാലും നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കണം. എക്സാമിൻ ചെയ്ത് നോർമൽ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഓയിൻമെന്റും കാര്യങ്ങളും കൊടുക്കാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.